Educating the mind without educating the heart is not an education at all. Hi, hello, welcome. This is Safna for Success Academy with some current affairs. So, എന്തൊക്കെയാണ് ഇന്നത്തെ current affairs എന്ന് നമുക്ക് നോക്കാം. Yes, the first question goes like this. Which cancer is cited as world's most commonly diagnosed cancer by IARC and WHO? Okay, IARC is the International Agency for Research on Cancer ആണ്. So, അവരും WHO ചേർന്ന് കണ്ടെത്തിയതിൽ ഏത് ക്യാൻസറാണ് വിച്ച് ഇസ് ദ മോസ്റ്റ് ഡയഗ്നോസ്ഡ് ഇൻ ദ വേൾഡ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇറ്റ് ഈസ് ബ്രസ്റ്റ് ക്യാൻസർ. ഓക്കെ, ലങ് ക്യാൻസറിനെ മറികടന്നുകൊണ്ട് ഇറ്റ് ഈസ് നൗ ബ്രസ്റ്റ് ക്യാൻസർ വിച്ച് ഈസ് സ്റ്റാൻഡിങ് ഫസ്റ്റ്. അതായത് പുതിയതായിട്ട് കണ്ടെത്തപ്പെടുന്ന ക്യാൻസർ കേസസിലെല്ലാം 11.7% ബ്രസ്റ്റ് ക്യാൻസർ പിടിപെട്ടിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, സോ അതിൽ 2.3 മില്യൺ സ്ത്രീകളാണ് ബ്രസ്റ്റ് ക്യാൻസറായിട്ട് ഓരോ വർഷവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who is the first cricketer to score double century in his 100th test? Okay, നൂറാം ടെസ്റ്റ് കളിക്കുന്ന ഏത് ക്രിക്കറ്ററാണ് തൻ്റെ 100ാമത്തെ കളിയിൽ ഡബിൾ സെഞ്ചുറി നേടിയത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ 2005 ബംഗളൂരുവിൽ നടന്ന ടെസ്റ്റിൽ ഇൻസമാം ഉൽ ഹക്കിൻ്റെ ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നു 184 എന്ന് പറഞ്ഞിട്ട്. സോ ആ ഒരു 16 വർഷത്തെ റെക്കോർഡാണ് മറികടന്നുകൊണ്ട് ജോ റൂട്ട്, ഇംഗ്ലണ്ട് പ്ലെയർ ആയിട്ടുള്ള ജോ റൂട്ടാണ് ഇപ്രാവശ്യം ഇന്ത്യക്കെതിരെയുള്ള MA ചിദംബരം സ്റ്റേഡിയം, ചെന്നൈയിൽ നടന്ന MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടന്ന ടെസ്റ്റ് മാച്ചിൽ 200 നേടിയത്. സോ അതിൽ ഈ ഡബിൾ സെഞ്ചുറിയിൽ അദ്ദേഹം ഡബിൾ സെഞ്ചുറി തികയ്ക്കുന്നത് 6 അടിച്ചിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിൽ 6 അടിച്ച് 200 തികയ്ക്കുന്ന, അതായത് ആ ഒരു റെക്കോർഡ് കൂടെ ജോ റൂട്ടിൻ്റെ പേരിലാണ്. തൻ്റെ 100ാമത്തെ ടെസ്റ്റിൽ 6 അടിച്ച് 200 തികയ്ക്കുന്ന ഒരു ഇംഗ്ലണ്ട് ക്രിക്കറ്റർ എന്നുള്ള ഒരു റെക്കോർഡ് കൂടെ ജോ റൂട്ടിൻ്റെ പേരിൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which High Court's Diamond Jubilee was commemorated by releasing postal stamp? ഓക്കെ, ഏത് ഹൈക്കോർട്ടിൻ്റെ ഡയമണ്ട് ജൂബിലി ആണ് പോസ്റ്റൽ സ്റ്റാമ്പ് റിലീസ് ചെയ്തുകൊണ്ട് കോമമറേറ്റ് ചെയ്യപ്പെട്ടതെന്നാണ് ക്വസ്റ്റ്യൻ. സോ PM ആണ് ഈ ഒരു കോമമറേഷൻ നടത്തിയിരിക്കുന്നത് ആൻഡ് ഇറ്റ് ഈസ് ഗുജറാത്ത്. ഓക്കെ, ഗുജറാത്ത് ഹൈക്കോർട്ടിൻ്റെ ഡയമണ്ട് ജൂബിലി ആണ് ഇപ്രാവശ്യം കഴിഞ്ഞത്. ആൻഡ് ഗുജറാത്ത് ഹൈക്കോർട്ടിൻ്റെ ചീഫ് ജസ്റ്റിസ് ഈസ് ജസ്റ്റിസ് വിക്രം നാഥ്. ഓക്കെ, സോ യെസ്, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In which state the first thunderstorm research test bed is inaugurating? ഏത് സംസ്ഥാനത്താണ് തണ്ടർ ബെഡ് റിസർച്ച് ചെയ്യുന്ന റിസർച്ച് ടെസ്റ്റ് ബെഡ് ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടതെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇറ്റ് ഈസ് ഇൻ ഒഡീഷ. ഓക്കെ, ഒഡീഷയിലെ ബാലാസോറിലാണ് ഈ ഒരു ടെസ്റ്റ് ബെഡ് ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടത്. ആൻഡ് ഒഡീഷയിലും അതുപോലെ തന്നെ ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ടെസ്റ്റ് ബെഡാണ്. ആൻഡ് ഇറ്റ് ഈസ് ടു റെഡ്യൂസ് ഡെത്ത് ആൻഡ് അതുപോലെ തന്നെ ഒത്തിരി പ്രോപ്പർട്ടി ലോസൊക്കെ ഈ മിന്നൽ അടിക്കുന്ന സമയത്ത് ഈ ഒരു മിന്നൽ ആക്രമണത്തിൻ്റെ മരിക്കുന്ന, അതുപോലെ തന്നെ മരണനിരക്ക്, അതുപോലെ തന്നെ പ്രോപ്പർട്ടി ലോസൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ലോഞ്ചിങ് നടത്തിയിട്ടുള്ളത്. ആൻഡ് DRDO ചണ്ഡീപൂർ, അതുപോലെ തന്നെ ISRO ബാലാസോർ ആൻഡ് ഭുവനേശ്വറിൻ്റെ മെറ്റ് ഓഫീസൊക്കെ ചേർന്നിട്ടാണ് ഈ ഒരു ഇനോഗ്രേഷൻ നടത്തിയിട്ടുള്ളത്. ഓക്കെ, സോ ഇതിന് നേതൃത്വം നൽകിയത് IMD ആണ്. ഓക്കെ, ഇന്ത്യൻ മീറ്റിയോറോളജിക്കൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which country is building world's first energy island in the Northern Sea? Okay, Northern Seaയിൽ ഒരു ഫസ്റ്റ് എനർജി ഐലൻഡ് തന്നെ നിർമ്മിക്കുന്നത് ഏത് രാജ്യമാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇറ്റ് ഈസ് ഡെൻമാർക്കാണ് ഇത്രയും വലിയ, അതായത് ഡാനിഷ് ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയൊരു പ്രോജക്റ്റിന് നേതൃത്വം നൽകുന്നത് ഇതാദ്യമായിട്ടാണ്. ആൻഡ് ദിസ് എനർജി ഐലൻഡ് വിൽ പ്രൊഡ്യൂസ് ആൻഡ് സ്റ്റോർ ഇനഫ് ഗ്രീൻ എനർജി ടു കവർ ദ ഇലക്ട്രിസിറ്റി നീഡ്സ്. അതായത് 3 മില്യൺ യൂറോപ്യൻ ഹൗസ് ഹോൾഡ്സിൻ്റെ ഇലക്ട്രിസിറ്റി നീഡ്സ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഗ്രീൻ എനർജി പ്രൊഡ്യൂസിങ്ങും സ്റ്റോറിങ്ങും ചെയ്യുന്ന ഒരു എനർജി ഐലൻഡ് ആയിരിക്കും ഇത്. ആൻഡ് ഇറ്റ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ ഐലൻഡ്. ഇതിൻ്റെ ഫസ്റ്റ് ഫേസിൽ തന്നെ 18 ഫുട്ബോൾ ഫീൽഡ് വലിപ്പത്തിലാണ് ഈ ഒരു ഐലൻഡ് നിർമ്മിക്കുന്നത്. ആൻഡ് ഡെൻമാർക്കിൻ്റെ 80 കിലോമീറ്റർ വെസ്റ്റ് കോസ്റ്റിലാണ് ഈ ഒരു ഐലൻഡ് വരുന്നത്. ആൻഡ് 210 ബില്യൺ ക്രോൺസ് ആണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ് എന്ന് പറയുന്നത്. ക്രോൺസ് ഈസ് ദ rupee of Denmark. Okay, so let's move on to the next question.
which is the first state to government launch an e-cabinet? ഏത് സംസ്ഥാന ഗവൺമെൻറ് ആണ് ആദ്യമായിട്ടൊരു ക്യാബിനറ്റ് കൂടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ യെസ്, ഇറ്റ് ഈസ് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശ് 2014 തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഡിജിറ്റലായി മാറിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്രാവശ്യമാണ് ഒരു ക്യാബിനറ്റ് ഡിജിറ്റലി ഒന്ന് കൂടുന്നത് ആൻഡ് കംപ്ലീറ്റ്ലി പേപ്പർലെസ് മോഡായിരിക്കും ഇത്. ഓക്കെ, സോ യെസ്, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. whose memoir is Beautiful Things, releasing in April 2021. സോ ഏപ്രിൽ 2021 റിലീസാവുന്ന ബ്യൂട്ടിഫുൾ തിങ്സ് എന്ന് പറയുന്ന ഒരു മെമ്മോയർ, ഓർമ്മക്കുറിപ്പ് ആരുടെ ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ യെസ്, ഇറ്റ് ഈസ് ഹണ്ടർ ബൈഡൻ. ഓക്കെ, ജോ ബൈഡൻ്റെ മോനായിട്ടുള്ള ഹണ്ടർ ബൈഡൻ്റെ ഒരു ഓർമ്മക്കുറിപ്പാണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ സ്ട്രഗിൾ, അതായത് അദ്ദേഹം ഭയങ്കരമായിട്ട് ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. സോ അതിൽ നിന്നും പുറത്തു വരാൻ അദ്ദേഹം എടുത്ത സ്ട്രഗിളും ആ സമയത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടുള്ളൊരു ബുക്കാണ് ഇത്. ആൻഡ് ദിസ് വിൽ ബി പബ്ലിഷ്ഡ് ബൈ ഗാലറി ബുക്സ് ആൻഡ് ഇംപ്രിൻറ്റ് ഓഫ് സൈമൺ ആൻഡ് സ്കൂസ്റ്റർ. ഓക്കെ, അവരുടെ ഇംപ്രിൻ്റ് ആയിട്ടുള്ള ഗാലറി ബുക്സ് ആണ് ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, സോ യെസ്, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് സ്റ്റേറ്റ് റീസെൻ്റ്ലി എ ഗ്ലേഷ്യർ ബേസ്റ്റ് ഒക്കേർഡ്? സോ റീസെൻ്റ് ആയിട്ട് ഏത് സംസ്ഥാനത്താണ് ഗ്ലേഷ്യർ ബേസ്റ്റ് ഉണ്ടായതെന്നാണ് ക്വസ്റ്റ്യൻ. സോ നിങ്ങളെല്ലാവരും ന്യൂസിൽ കണ്ടു കാണും, നന്ദാദേവി ഗ്ലേഷ്യറിൻ്റെ തപോവൻ ഏരിയ, ജോഷിനാഥിലെ തപോവൻ ഏരിയ ബ്രോക്ക് ഓഫ് ആയിട്ട് ഫ്ലഡ് മാത്രമല്ല ഗ്ലേഷ്യർ ഒരു ബേസ്റ്റ് തന്നെ ഉണ്ടായി. ഒത്തിരി പേര് അതിൻ്റെ കാഷ്വാലിറ്റീസ് 170-ലധികം കാഷ്വാലിറ്റീസും അതുപോലെ തന്നെ 18-ലധികം മരണങ്ങളും ഇപ്പം തന്നെ ഉണ്ടായി കഴിഞ്ഞു. ആൻഡ് ഇറ്റ് വാസ് ഇൻ റെയ്നി വില്ലേജ് ഇൻ ചമോലി ഡിസ്ട്രിക്റ്റ് ആൻഡ് ഇറ്റ് ഇസ് ഇൻ ഉത്തരാഖണ്ഡ്. ഓക്കെ, ഉത്തരാഖണ്ഡിലെ ചമോലി ഡിസ്ട്രിക്റ്റിലെ റെയ്നി വില്ലേജ് മൊത്തത്തിൽ ഒരു ഗ്ലേഷ്യർ ഫിൽഡ് മീൻസ് ഗ്ലേഷ്യർ ബേസ്റ്റിൽ നല്ലോണം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞ റിപ്പോർട്ട്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A maiden women team inducted to which commando team of India? സോ ഇന്ത്യയുടെ ഏത് കമാൻഡോ ടീമിലേക്കാണ് ഒരു മെയ്ഡൻ വിമൻ ടീമിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. സോ യെസ്, ഇറ്റ് ഈസ് ഇൻ കോബ്ര ടീമിലേക്കാണ് ഇൻഡക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവർ ഫുള്ളി മെയിൽ ടീമായിരുന്നു. ആൻഡ് ഇപ്പോഴാണ് ആദ്യമായിട്ടൊരു മെയ്ഡൻ വിമൻ ടീം അതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആൻഡ് 34 CRPF വിമൻ ഓഫീസേഴ്സിനെയാണ് അതിൽ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. And they all are specialized in jungle warfare commando force. ഓക്കെ, മാവോയിസ്റ്റ് അറ്റാക്സിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ഒരു ജംഗിൾ വാർഫെയർ കമാൻഡോ ഫോഴ്സസ് സ്പെഷ്യലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള 34 CRPF വിമൻസിനെയാണ് കോബ്ര ഫോഴ്സിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻഡക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, സോ യെസ്, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ഈസ് വേൾഡ് ഇന്റർഫെയ്ത്ത് ഹാർമണി വീക്ക്? ഓക്കെ, എന്നാണ് വേൾഡ് ഇന്റർഫെയ്ത്ത് ഹാർമണി വീക്ക് ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ യെസ്, ഇറ്റ് ഈസ് ഓൺ February 1 to 7. ഫെബ്രുവരി 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയാണ് ഈ ഒരു വേൾഡ് ഇന്റർഫെയ്ത്ത് ഹാർമണി വീക്ക് വരുന്നത്. ആൻഡ് എല്ലാ വർഷവും ഫെബ്രുവരിയുടെ ഫസ്റ്റ് വീക്കിലായിരിക്കും ഇത് ഒബ്സർവ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ബൈ UN ജനറൽ അസംബ്ലി. ആൻഡ് 2010 ഇതിന് വേണ്ടിയിട്ടൊരു റെസൊല്യൂഷൻ ഇറക്കിയത്. ആൻഡ് ഇപ്രാവശ്യത്തെ ഇനോഗ്രൽ ഡേ വാസ് ഓൺ February 4th. ഓക്കെ, ഫെബ്രുവരി 4-ാം തീയതിയാണ് ഇതിൻ്റെ ഇനോഗ്രൽ ഡേ അവർ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇനോഗ്രൽ ഡേ. ഓക്കെ, ദിസ് വീക്ക് is observed from February 1 to 7. Okay, so yes, it's time for bonus affairs. Okay, so അഭിപ്രായം ഇരുമ്പുലക്കയല്ല എന്ന് പറഞ്ഞ നവോത്ഥാന നായകരിൽ പ്രമുഖനും SNDPയുടെ ജനറൽ സെക്രട്ടറിയും പത്രാധിപനും ഗ്രന്ഥകാരനും വിമർശകനുമായിരുന്ന CV കുഞ്ഞിരാമൻ്റെ 150-ാം ജന്മവാർഷികം February 6-ന് ആഘോഷിച്ചു. സോ കേരളത്തിൻ്റെ 25-ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള February 10-ന് ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകുന്നേരം 6 മണിക്ക് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. സോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സും ബോണസ് അഫയേഴ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. സോ കൂടുതൽ കറണ്ട് അഫയേഴ്സും ബോണസ് അഫയേഴ്സുമായിട്ട് വീണ്ടും കാണുന്നതുവരേക്കും ദിസ് ഇസ് സഫ്ന സൈനിങ് ഓഫ് ഫ്രം സക്സസ് അക്കാഡമി.